എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരിക്കല് ഒരു കൂട്ടം പൂർവ്വ വിദ്യാർത്ഥികള് അവർ ഒന്നിച്ചുകൂടി ഒരു യാത്ര പ്ലാൻ ചെയ്തു. ഒരു ഡാമിലേക്ക് അവർ പോയത്. അങ്ങനെ ഡാമിലൊക്കെ പോയി ചുമ്മാ കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി, വിശേഷങ്ങൾ പറഞ്ഞു, കപ്പലണ്ടിയൊക്കെ തിന്ന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അതിനിടയില് ഒരാൾ നോക്കിയപ്പോ ഒരു മരത്തിന്റെ പൊത്തില് ഒരു പൂച്ച പെട്ടുകിടക്കുക. അത് പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അതിന് വരാൻ പറ്റുന്നില്ല. ഇയാൾ ഉടനെ തന്നെ ആ മരത്തിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട് പൂച്ചയ്ക്ക് കൈ പിടിച്ചതിനെ വലിച്ച് പുറത്തേക്ക് എടുക്കാൻ ശ്രമിച്ചു. ഉടനെ തന്നെ പൂച്ചയുടെ ഒരു പ്രത്യേകതയാണ് മാന്തുക എന്ന് പറയുന്നത്. ഉടനെ തന്നെ അയാളുടെ കയ്യിലൊന്ന് പൂച്ച നന്നായിട്ടൊന്ന് മാന്തി കൊടുത്തു. ആളുടെ കൈയൊന്ന് മുറിഞ്ഞു, വേദനിച്ചു, ഇയാളൊന്ന് കരഞ്ഞു. പക്ഷെ എങ്കിലും ഇയാൾ വിട്ടില്ല. പൂച്ചയെ വീണ്ടും രക്ഷപ്പെടുത്തണമെന്ന ആഗ്രഹത്തോടു കൂടി ഇയാൾ വീണ്ടും മുന്നിലേക്ക് ചെന്നു, പൂച്ചയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷെ പൂച്ച വീണ്ടും മാന്തുകയാണ് ചെയ്യുന്നത്. ഇയാള് മൂന്നാമത്തെ തവണയും മാന്തു കൊണ്ടപ്പോൾ ഇദ്ദേഹത്തിന്റെ സുഹൃത്ത് പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ദൈവത്തെ പ്രതി ആ പൂച്ചയൊന്ന് വെറുതെ വിട്. ആ പൂച്ച നിന്നെ പിടിച്ച് മാന്തുള്ളൂ, അതെങ്ങനെയെങ്കിലും പുറത്തേക്ക് വന്നുകൊള്ളും. ഇയാളുടെ വാക്ക് കേട്ടെങ്കിലും രക്ഷപ്പെടുത്താൻ ശ്രമിച്ച കൂട്ടുകാരൻ അയാൾ തിരിച്ചു മറുപടി ഒന്നും പറയുന്നില്ല. വീണ്ടും അയാൾ തന്റെ ഉദ്യമം തുടർന്നുകൊണ്ടേയിരുന്നു. പൂച്ചയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ വീണ്ടും മാന്തുകൾ വാങ്ങുന്നുണ്ട്, പക്ഷെ എങ്കിലും ശ്രമം ഉപേക്ഷിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ അയാൾ പൂച്ചയെ അതിൽ നിന്നും പുറത്തേക്ക് എടുത്ത് രക്ഷപ്പെടുത്തി. പൂച്ച ഓടിപ്പോയി. ഇതെല്ലാം കഴിഞ്ഞപ്പോ ഇയാള് തിരികെ നടന്നു. എന്നിട്ട് തന്നെ ഉപദേശിച്ച സുഹൃത്തിനോട് പറഞ്ഞു, പൂച്ചയുടെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആണ് മാന്തുക എന്ന് പറയുന്നത്. അതെന്റെ ഒരു സ്വഭാവ രീതിയാണ്. പൂച്ചയുടെ സ്വഭാവം പ്രകൃതി കണ്ടിട്ടല്ല ഞാൻ എന്റെ പ്രവൃത്തി എന്താണെന്ന് തീരുമാനിക്കേണ്ടത്. പൂച്ചയുടേത് മാന്തുക എന്നതാണെങ്കിൽ എന്റെ പ്രവൃത്തിയാണ് അതിനെ രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നത്. അപ്പോ എനിക്ക് എന്റേതായ ഒരു ഐഡന്റിറ്റി ഉണ്ടാകണം. എനിക്ക് എന്റേതായ ഒരു സ്വഭാവ പ്രത്യേകതയുണ്ട്. എന്റെ എതിരെ നിൽക്കുന്ന, അപ്പുറത്ത് നിൽക്കുന്നവന്റെ പ്രവൃത്തി കണ്ടിട്ടോ അവന്റെ സ്വഭാവ രീതി കണ്ടിട്ടോ അതിനനുസരിച്ച് മാറേണ്ടവനല്ല ഞാൻ എന്നും ഞാനായിരിക്കണം. അതെ, എല്ലായ്പ്പോഴും നിങ്ങളായിരിക്കുക. നിങ്ങളിലുള്ള നന്മയും നിങ്ങളിലുള്ള പ്രത്യേക സ്വഭാവ രീതികളും എന്നും എപ്പോഴും നിങ്ങൾ കൊണ്ടു നടക്കണം. അല്ലാതെ നിങ്ങളോട് അവൻ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവൻ നിങ്ങളോട് എന്ത് ചെയ്യുന്നു എന്നതിനനുസരിച്ച് പെരുമാറേണ്ട വ്യക്തിയല്ല. നിങ്ങളെന്നും നിങ്ങളായിരിക്കുക. നന്ദി, നമസ്കാരം.